അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞങ്ങൾ എന്തൊക്കെ മേടിച്ചെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാഗ് നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. ടോട്ടൽ 4 സിബാണ് വരുന്നത്. അതിൽ ഫ്രണ്ടിൽ ഇതേ ഒരു ചെറിയ സിബുണ്ട്. അതിൽ നമുക്ക് പൗച്ചും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന ടൈപ്പ് ഒരു സിബാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സിബ് വരുന്നുണ്ട്, നമുക്ക് ബസ് കാർഡും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സിബാണ്. പിന്നെ വരുന്നത് ഈ സിബാണ് കേട്ടോ. ഇതിൽ ഉള്ളിൽ കുറച്ച് സ്പേസൊക്കെ വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റിയ. പിന്നെ ഒരു വലിയൊരു സിബും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഒരുപാട് വലിയ ബാഗല്ല കേട്ടോ, ഒരു മീഡിയം സൈസ് ബാഗാണ്. ഒരുപാട് വലുത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. അടുത്തത് ആൻവീൻ്റെ ബാഗാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ബാഗാണ്, കാരണം അവർക്ക് കുറച്ചധികം ബുക്ക് കൊണ്ടുപോകാനുണ്ടാവും. 4ാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള ബുക്കുകളാണ്. ഇതൊരു മെർമെയ്ഡിൻ്റെ തീമുള്ള ബാഗാണ് കേട്ടോ. ഫസ്റ്റിന് ഒരു ചെറിയ സിബുണ്ട്, അത്യാവശ്യം കുറേ സിബുണ്ട് കേട്ടോ. എത്ര സിബുണ്ട്? 6 സിബ് വരുന്നുണ്ട് കേട്ടോ. നല്ല വലിയ ബാഗാണ്, എല്ലാം നല്ല സ്പേസുള്ള സിബുകളാണ് കേട്ടോ. നല്ല സ്ഥലങ്ങളുണ്ട്, ഏത് സിബ് തുറന്നാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും സ്ഥലം വരുന്നുണ്ട്. ഫസ്റ്റ് ഇതൊരു ചെറിയ സിബായിരുന്നു കേട്ടോ. അതിൽ നമുക്കിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ബാഗിലുള്ള വരി ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ബോക്സാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു വലിയ സിബുണ്ട്, അതിൽ ഉള്ളിലൊരു സിബ് വരുന്നുണ്ട്. നമുക്ക് ചെറിയ സിബിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ വന്നിട്ട് ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ബ്ലൂവും പിങ്കും ഓക്കെ, അവൾ പർപ്പിളാന്ന് വെച്ചു എല്ലാ സാധനവും പർപ്പിളൊക്കെ കഷ്ടപ്പെട്ട് തിരഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം പർപ്പിൾ കിട്ടിയില്ല. ബോട്ടിൽ ഒഴികെ അധികം പർപ്പിളല്ല കിട്ടിയത്. അധികം പർപ്പിൾ അവൾ കഷ്ടപ്പെട്ട് തപ്പി എടുത്തതായിരുന്നു. പിന്നെ ഇതേ ബാഗിൻ്റെ ഉള്ളത് എന്താ സോഫീൻ്റെ ഒരു തീമുള്ള അവിടെ ബർത്ത്ഡേക്ക് മേടിച്ചൊരു സാധനമായിരുന്നു കേട്ടോ. ഒരു ബാഗിൽ ഇട്ട് വെച്ചതായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യൂട്ട് ഒരു ക്യാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവൾ കളിക്കുന്ന സാധനമാണ്. പറശ്ശിനിക്കടവെന്ന് മേടിച്ചതാണ്. പിന്നെ ഞാൻ ഇതൊരു ക്യാൻഡിലും ഉണ്ട്. അതൊക്കെ പിന്നെ അവൾ ഇത് ബാഗിൻ്റെ കവറൊക്കെയാണ് കേട്ടോ. അതൊക്കെ അവളിങ്ങനെ എടുത്ത് വെച്ചപ്പോൾ അതിൽ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതെടുക്കുന്ന കാര്യം ഞാൻ പെട്ടെന്നായിരുന്നു അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളൊന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വാട്ടർ ബോട്ടിലൊക്കെ ഇതിന് മാച്ചായ കളർ തന്നെയാണ്, എല്ലാം കിട്ടിയത് ഒക്കെ മിക്സായ കളർ ആയതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ സാധനവും ഏകദേശം മാച്ചാണ്. എല്ലാം മാച്ചാണ് കേട്ടോ, എല്ലാ കളറും അതിന് മാച്ച് ആയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അനീൻ്റെ ബാഗ് വന്നിട്ട്. പിന്നെ ഞങ്ങൾ 2 ബാഗും മാമ മേടിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് പൗച്ച് നോക്കാം കേട്ടോ. ഇതാണ് എൻ്റെ പൗച്ച്, ഒരു പർപ്പിൾ കളർ പൗച്ചാണ് കേട്ടോ. ഈ സെയിംസ് ആണ് ഓൺലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു ഓൺലൈനും കാട്ടി നല്ലത് നമുക്ക് കണ്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം കടയിൽ പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈ സെയിംസ് ആണ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ. കാരണം നമുക്ക് കണ്ട് മേടിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്, കാരണം കുറേ സിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. എനിക്ക് അങ്ങനത്തെ കുറച്ച് അധികം സിബ് വേണം, ഇങ്ങനെ ഓരോ സെക്ഷനിൽ അങ്ങനെയൊക്കെ കൊണ്ടിടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് ഞാൻ ഇങ്ങനത്തെ പൗച്ച് എടുക്കുന്നത്. ഒറ്റ സിബ് വരുന്ന പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കോഴിക്കോട് നിന്ന് മേടിച്ചാൽ കേട്ടോ ഞാൻ. പിന്നെ അടുത്ത ആൻവീൻ്റെ ബോക്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആൻവീൻ്റെ ബോക്സ്. കുറേ നേരം ഞങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു ബോക്സാണ് ഇട്ടത്. കാരണം ഇതും ഞാൻ മേടിക്കുന്നതോടെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ വേറൊരു പർപ്പിൾ കളർ ബോക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇത്ര അങ്ങോട്ട് ക്യൂട്ടല്ലായിരുന്നു. പിന്നെ ഇത് അവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ, അതാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് നമുക്ക് നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റ് യൂണിക്കോണിൻ്റെ നെയിം സ്ലിപ്പാണ് കേട്ടോ. ഇതൊക്കെ ആൻറ്റിക്ക് മേടിച്ചാണ്. ഞാൻ ഈ പ്രാവശ്യം നെയിം സ്ലിപ്പൊന്നും മേടിച്ചിട്ടില്ല. യൂണിക്കോണിൻ്റെ അതേമാതിരി തന്നെ ബാർബി തീമും വരുന്നതാണ് കേട്ടോ. യൂണിക്കോണിൻ്റെ 3 യൂണിക്കോണിൻ്റെ നെയിം സ്ലിപ്പും അതുപോലെ തന്നെ ബാർബീൻ്റെ നെയിം സ്ലിപ്പാട്ടോ അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ബുക്ക് റാപ്പ് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനത്തെ പേപ്പറായിട്ട് മേടിച്ചിട്ടുള്ളത്. ആൻവീൻ്റെ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്, കാരണം അവൾക്ക് ഓൾറെഡി നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്ത് ചെയ്യും, പക്ഷേ അവൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് നേരത്തെ ചെയ്തു. ദിവസം ചേച്ചി വീഡിയോ എടുക്കാത്തതാണ്. പിന്നെ ഞാനിത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിന് ഞാൻ ഈ കളറല്ല കേട്ടോ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചിട്ട് ഒരു ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ ഞാൻ എൻ്റെ ടെക്സ്റ്റിന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടെക്സ്റ്റ് ഓൾറെഡി കവർ ചെയ്തു കേട്ടോ. അടുത്ത് നമുക്ക് സ്നാക്സ് ബോക്സ് നോക്കാം. ഇത് ആൻവീൻ്റെ സ്നാക്സ് ബോക്സ് ആട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ബ്ലൂ സ്നാക്സ് ബോക്സ് അവൾക്ക് ഇഷ്ടപ്പെടാണ്ട് അവൾ എടുത്തിട്ടുണ്ടായിരുന്നൊരു സ്നാക്സ് ബോക്സാണ്. അവിടെ കണ്ടപ്പോൾ പർപ്പിൾ ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരു പ്ലെയിൻ ഒരു പർപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും എടുത്തിട്ടുണ്ട്. അതും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചു മാറ്റി കൊണ്ടുപോകാമല്ലോ സ്നാക്സും കാര്യങ്ങളൊക്കെ. ഫ്രോസൻ്റെ ഒരു സ്നാക്സ് പാത്രമുണ്ട്, പർപ്പിൾ ഇല്ലാത്തതുകൊണ്ടേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ രണ്ട് സൈസ് ആയിട്ട് പിന്നെ വലിയ കുഴപ്പമില്ല, കാരണം ഒന്ന് വലുതും പിന്നെ ഒന്ന് ചെറുതും ആകുമ്പോൾ പിന്നെ നമുക്ക് മാറ്റി സാധനങ്ങൾ അനുസരിച്ച് കൊണ്ടുപോകാമല്ലോ. പിന്നെ ഇതാണ് ആൻവീൻ്റെ വാട്ടർ ബോട്ടിൽ വന്നിട്ട് ഇതൊരു മിൽറ്റൻ്റെ വാട്ടർ ബോട്ടിലാണ്. പുറത്ത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്, ഉള്ളിൽ സ്റ്റീലും ആണ് കേട്ടോ വരുന്നത്. ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ. പക്ഷേ ഫാൻ ഓൺ ചെയ്തുകൊണ്ട് തന്നെ നല്ല ശബ്ദം ഫാനിൻ്റെ മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ ഒന്നും കേട്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വോയിസ് വെക്കുന്നത്.
ഈ 2 കുഞ്ഞു പാത്രങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ഫുഡും കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ എടുക്കാനുള്ള 2 പാത്രങ്ങളാണ് കേട്ടോ. ഓൾറെഡി കുറച്ചെണ്ണം ഉണ്ട്, പിന്നെ ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി എൻ്റെ നോട്ട്ബുക്സിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിലോട്ടുള്ള മേടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ട്യൂഷനിലുള്ള കുറച്ച് നോട്ട്ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, ആ ഒരു സെറ്റ് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റഫ് ബുക്കുമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. റഫ് ബുക്ക് മെയിൻലി നമുക്ക് ഫസ്റ്റ് ഡേ ഒന്നും നമുക്ക് നോട്ട്ബുക്കൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് റഫ് ബുക്ക് ആയിരിക്കും വേണ്ടിയിട്ട്, എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതിൽ എഴുതാ വെച്ചിട്ട്. ഇനി പുറത്ത് ട്യൂഷനൊന്നും പോകുന്നില്ല, ഓൺലൈനായിട്ട് സൈലത്തിന് ട്യൂഷനാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കുട വന്നിട്ട്. ഇത് ഒരു കുഞ്ഞു കുടയാണ്, ഒരു 5 ഫോൾഡ് കുടയാണ് കേട്ടോ. അധികം വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല, വെയിറ്റും ഇല്ല. എനിക്ക് ഈ വലിയ കുടകളൊന്നും ഇഷ്ടമല്ല, കാരണം ഒരുപാട് സ്ഥലമൊക്കെ വേണം, നല്ല വെയിറ്റും ഉണ്ട്. അതുകൊണ്ട് ഈ കൊണ്ടുപോകാൻ തന്നെ എനിക്കിഷ്ടമല്ല. ഇതൊരു കളർ പെന്നിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് 10 വരുന്നൊരു സെറ്റാണ്. ഞങ്ങളും പോയ ടൈമിൽ ലുലുമാളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ഈ ഒരു പെന്നിൻ്റെ സെറ്റ്. അതുപോലെ ലെക്സിൻ്റെ ഒരു സെറ്റും ഉണ്ട്. ഞാൻ ലെക്സിയാണ് ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ ഓരോ കടയിൽ പോകുമ്പോൾ അതേ ഒരു ജെൽ പെന്നും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയോ കളർ പെന്നുകളും അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ക്യൂട്ട് ഇറൈസേഴ്സ്, പിന്നെ എന്തോ ഷാർപ്നേഴ്സ്, അങ്ങനെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലം കാണുമ്പോൾ എടുത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു കളറിൻ്റെ വരുന്നത് ഞങ്ങൾ ലുലുമാളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ആനിമൽസിൻ്റെ അതൊക്കെ ലുലുമാളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഒരു ഷാർപ്നറിൻ്റെ ഇത് എല്ലാ വർഷവും ഓരോ ടൈപ്പ് മേടിക്കുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനത്തെ ഉണ്ടായാലേക്ക് ഒരു സുഖം കിട്ടുള്ളൂ. കാരണം നമുക്ക് ഡസ്റ്റ് അപ്പം തന്നെ ഇതിലിട്ട് വെക്കാമല്ലോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പൗച്ചിലൊക്കെ ഇട്ട് ആ പൗച്ചിൻ്റെ കളർ തന്നെ മാറും. പിന്നെ ഒരു ചെറിയ കത്രികയാണ് കേട്ടോ അത്. ജസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ക്യൂട്ടായി തോന്നി, അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 കീച്ചീൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 3 മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരുപാട് ഞങ്ങൾ മേടിച്ച് ഞങ്ങൾ അധികം ഉപയോഗിക്കാറില്ല അത് ഇറൈസേഴ്സും കാര്യങ്ങളൊക്കെ ക്യൂട്ടായിട്ട് ഇറൈസേഴ്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള മാത്രമേ ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ. സ്റ്റേഷനറി സാധനങ്ങളായാലും ഓക്കെ, ഞങ്ങൾ അത്രയും ആവശ്യമുള്ള മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം എല്ലാ പ്രാവശ്യവും സ്റ്റേഷനറി സാധനം മേടിക്കുന്നുണ്ട് തന്നെ അതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ ഒരു കുഞ്ഞ് 2 ബുക്കുകൾ ഞാൻ അത് ലുലുമാളിൽ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഒരു വലിയൊരു ബുക്കുണ്ട് കേട്ടോ, അത് ആൻവി കോഴിക്കോട് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ബുക്ക്. പിന്നെ ആൻവി കാണിച്ച സ്കെയിൽ അത് അവൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്, പല ഷേപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്ന സ്കെയിലാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകും. ഞാനിപ്പോൾ ഉച്ചവരെയുള്ള ദിവസം അത് ഒരു ഫസ്റ്റ് ഡേ ഒക്കെ ഒരുപാട് വെള്ളമൊന്നും വേണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടിൽ താങ്ങാട്ടിൽ വെച്ചിട്ട് കുഞ്ഞ് ബോട്ടിൽ മേടിച്ചതായിരുന്നു. ഇപ്പം നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പെന്നുകൾ, പെൻസിലുകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഷാർപ്നേഴ്സ് ഉണ്ട്, പിന്നെ ഗ്ലൂ ഉണ്ട്. ഗ്ലൂ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട് വലുത്, അതുകൊണ്ട് ചെറുതായിരുന്നു ഈ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ തന്നെ. പിന്നെ കുറച്ച് ക്യൂട്ടായ പെൻസിലുകൾ അങ്ങനത്തെയൊക്കെയോ അവൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ മെഷ് ടാപ്പ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവൾ മേടിച്ചിട്ടുണ്ട്. എന്തിനാ സ്കൂളിലേക്ക് ടിഷ്യൂ പേപ്പറിന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവൾ അവിടെ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ടിഷ്യൂ പേപ്പർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്റ്റിക്കി നോട്ട്, എൻ്റെ അടുത്ത് നോർമൽ സൈസ് സ്റ്റിക്കി നോട്ട് ഓൾറെഡി ഉണ്ട്. പിന്നെ വലുതും ഞാൻ ചെറുതുമാണ് മേടിച്ചിട്ടുള്ളത്. കാരണം വലുതും ചെറുതും എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് തന്നെ നല്ല വലുതും പിന്നെ ചെറുതും എന്തെങ്കിലും നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കുഞ്ഞിതിൽ എഴുതിയത്. പിന്നെ വലുതൊക്കെ ആകുമ്പോൾ അത് അതിൽ എഴുതാൻ വേണ്ടി അങ്ങനത്തെ നോക്കിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഹൈലൈറ്റേഴ്സ്, ഇത് ഞാൻ സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് ഞാൻ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ പോകുന്ന ടൈമിൽ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഹൈലൈറ്റേഴ്സ്, പേസ്റ്റൽ കളർ ഹൈലൈറ്റേഴ്സാണ്. പിന്നെ വൈറ്റ് ബോർഡ് മാർക്കറാണ് കേട്ടോ. അത് ഞാൻ ഈ പ്രാവശ്യം ഒന്നേ മേടിച്ചിട്ടുള്ളൂ. കാരണം വൈറ്റ് ബോർഡ് മാർക്കർ ഞാൻ സെറ്റ് മേടിച്ച ടൈമിൽ എനിക്ക് കുറച്ച് ഡാമേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്കിംഗ് അല്ലായിരുന്നു അത്. അപ്പം ഞാൻ ഈ പ്രാവശ്യം തീരുമ്പോൾ മേടിക്കാച്ചു. പിന്നെ ഒരു ഓർഗനൈസർ ഉണ്ട് കേട്ടോ. പിന്നെ A4 ന്യൂസ് പ്രിൻ്റ്, കളർ പേപ്പർ, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫയൽ മേടിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി കുറേ ഫയലുണ്ട്. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ ഫയലുകളും കാര്യങ്ങളും കഴിഞ്ഞ വർഷം അതിൻ്റെ പിന്നത്തെ വർഷമാണ് എനിക്ക് അറിഞ്ഞൂടെ ഒരുപാട് ഫയലുകൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള മാത്രമേ ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു പാത്രം ഞാനിത് മെയിൻലി ഞാൻ നമ്മുടെ ഡസ്റ്റ്ബിന്നായിട്ട് യൂസ് ചെയ്യാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതൊരു ഫ്ലവർ പോട്ടാണ്. അപ്പം എനിക്കിതിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഞാൻ പ്ലാന്റ് എന്തൊക്കെ ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എന്തെങ്കിലും വെക്കും. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡസ്റ്റ്ബിന്നായിട്ടായിരിക്കും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഹെയർ ബണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സ്കൂളിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 ഹെയർ ബണ്ണ് മേടിച്ചിട്ടുണ്ട്, സ്ക്രഞ്ചസ് ആണ്. പിന്നെ ഇതുപോലത്തെ 2 ബണ്ണ് സെറ്റ് മേടിച്ചിട്ടുണ്ട്, ആൻവിക്കും എനിക്കൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനത്തെ ഹെയർ ക്ലിപ്പുകൾ, പിന്നെ ഈ ഒരു സംഭവം ഇത് നമ്മുടെ ഐഡൻറ്റി കാർഡ്, അങ്ങനത്തെ ബെൽറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് വന്നിട്ട്. പിന്നെ ഈ ഒരു സംഭവം ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് വെക്കാൻ വേണ്ടി, ബാഗിലാണ് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാറ്, അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കവറായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കവറെല്ലാം എനിക്കറിയാം, എന്നാലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് ക്ലോത്താണുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്തായാലും യൂസ് ചെയ്യട്ടെ.
ഇതുവരെ നമ്മൾ നോർമൽ പ്ലാസ്റ്റിക് കവേഴ്സായിട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നു. നമ്മുടെ ബാഗൊക്കെ വന്ന നമ്മുടെ ഓൺലൈനിൽ നിന്നൊക്കെ ഷോപ്പ് ചെയ്ത് വരുന്ന കുറച്ച് കവേഴ്സ് അങ്ങനത്തെയായിരുന്നു ഞാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് മാറ്റി പിടിക്കുക വെച്ചിട്ടാണ് ഇങ്ങനത്തെ സിബ് വരുന്ന ബാഗ് ഞാൻ കുറേ തപ്പി, പക്ഷേ എവിടെ നിന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഇതാണ് കിട്ടിയപ്പം ഇത് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇടയിൽ കുറേ ആൻവേന്തിക്കൊക്കെ കാണിച്ചിരുന്നു കേട്ടോ, ഈ റൈസേഴ്സും കാര്യങ്ങളൊക്കെ അവൾക്ക് കാണിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ കാണിച്ചു തന്നതാണ്. ഏകദേശം ഇത്ര ഐറ്റംസ് ആട്ടോ നമ്മളിപ്പോൾ മേടിച്ചിട്ടില്ല, ഇനിയും കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. പിന്നെ സ്കെച്ച് പെന്ന് മാർക്കേഴ്സ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല, കാരണം ഞാനിപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഞാൻ ഇപ്പം മേടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ് നമ്മുടെ ആൽക്കഹോളിക് മാർക്കേഴ്സ് അല്ലേ. അപ്പോൾ അതിപ്പോൾ ഭയങ്കര യൂട്യൂബൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അതുകൊണ്ട് മാർക്കേഴ്സും സ്കെച്ച് പെന്നൊന്നും മേടിച്ചില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിന് കവർ ചെയ്ത കളർ കേട്ടോ. സെയിം സാധനം തന്നെ, പക്ഷേ ഇത് കളർ ചേഞ്ച് ആണ് കേട്ടോ. അതൊരു പീച്ച് കളർ അങ്ങനെ എന്തോ ആണ്. ഇന്നത്തെ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് മറക്കരുതേ.